എടാ ഞങ്ങൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ച് ഇന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അതെന്താ? അതേ, നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സില് അനാവശ്യം ആരെങ്കിലും തൊട്ടാലേ അത് ബാഡ് ടച്ച് ആണത്രേ. അത് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയാ. പിന്നെ ഉണ്ടല്ലോ, അത് അച്ഛനാണെങ്കിലേ അമ്മയോട് പോയി പറയണമെന്നാ ടീച്ചർ പറഞ്ഞേക്കുന്നത്. എന്നെ ഉപദ്രവിക്കില്ല അച്ഛ, അച്ഛ എന്നെ ഉപദ്രവിക്കില്ല അച്ഛ. ആരത് ചെയ്തത്? ആ കുട്ടിയുടെ അച്ഛൻ തന്നെ ഞാൻ കണ്ടതാ. അയ്യോ, എന്ത് പറ്റെന്റെ മോക്ക്? മോളെ ഒന്ന് എണീക്ക് മോളെ, ഒന്ന് കണ്ണു തുറക്ക്. പറ, എന്താ പറ്റിയേ? പറ മോളെ, ഒന്ന് കണ്ണു തുറക്ക് മോളെ. പറ, ആരാ ആരാ മോളെ? പറ, ആരാ? അച്ഛനും അമ്മ. അയ്യോ, അച്ഛാ, മോളെ. അമ്മ ഇന്നില്ല മോളെ? ഇല്ല, ഇന്ന് എന്നോട് ഒറ്റയ്ക്ക് വന്നേക്കാനാ പറഞ്ഞു. മോളെ, മോളെ, നീ ഇത് എവിടെ പോയി? മോളെ, മോളെ. അയ്യോ, അയ്യോ, മോളെ, അയ്യോ, 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 മോളെ, എന്റെ മോളെ, മോളെ. അയ്യോ, 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 എന്റെ മോളെ, 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 എനിക്ക് മോളെ. അച്ഛാ, എന്നെ ഉപദ്രവിക്കില്ല അച്ഛാ. എന്റെ മോളെ, എന്റെ പൊന്നു മോളോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? ഞാൻ പറഞ്ഞതാരും കേട്ടത് പോലും ഇല്ലല്ലോ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന അടിസ്ഥാന തത്വം കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതിയിൽ ട്രയൽ പോലും തുടങ്ങുന്നതിന് മുമ്പ് അയാളുടെ ഭാഗം ഒന്ന് കേൾക്കാൻ ആരുമില്ലാതെ, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലും കഴിയാതെ അയാൾ യാത്രയായി മറ്റൊരു ലോകത്തേക്ക്.